ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു ക്രിസ്റ്റ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉഷാർ എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 20ഓളം ക്രിസ്റ്റകൾ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ കളറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി G4 വേണോ, V വേണോ, Z വേണോ, മാനുവൽ വേണോ, ഓട്ടോമാറ്റിക് വേണോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. 16 മുതൽ 19 വരെയുള്ള വേരിയൻ്റ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിൽ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടികൾ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളി. ക്രിസ്റ്റ നോക്കുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി കേട്ടോ. അപ്പോൾ സിദ്ദിഖ, മലയാള മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. പഴയ സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഓക്കെ സിദ്ദിഖ, നിങ്ങൾ എന്താ ഈ ടയോട്ടൻ്റെ ക്രിസ്റ്റ മൊത്തം ഇങ്ങോട്ട് വിലക്ക് വാങ്ങിക്കുക? എല്ലാ കളറും ഉണ്ടല്ലോ. ടയോട്ടന് നല്ല വണ്ടികൾ കണ്ടപ്പോൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ കാണുമ്പോൾ റീസേവ് വാല്യൂ ഉള്ള വണ്ടിയായതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. കംപ്ലൈന്റ് വന്നാലും ചെറിയ തീർച്ചയായിട്ടും ടയോട്ടന്റെ വണ്ടി വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എഞ്ചിന്റെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയൊരു എഞ്ചിനാണ് ടയോട്ടന്റെ എഞ്ചിൻ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, യാത്രാ കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു വാഹനം. പാർട്ടി ഡൽഹി പോകുന്നൊക്കെ നിർത്തിക്കുന്ന കുറെയൊക്കെ ഒരു പാർട്ടി ഡൽഹിയിൽ നിന്ന് ഫുള്ള് കറങ്ങി വണ്ടി കിട്ടായിട്ട് കണ്ണൂരിലെ കൂത്തുപറമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പുള്ളതാണ്. അപ്പൊ ഒരു കാര്യം പറയാൻ വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഓക്കെ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഡൽഹി പോയിട്ട് ക്രിസ്റ്റകൾ എടുക്കാൻ ഇപ്പൊ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ പേഴ്സണൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിഖാനത്ത് വന്നോളിയും. നിങ്ങൾക്ക് അവിടെ പോകേണ്ട ചെലവ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ധൈര്യത്തോട് കൂടി എടുക്കാം. ഇവിടെ ഒരു വാഹനം ചെക്ക് ചെയ്യുക, മെക്കാനിക്കിൽ കൊണ്ടുവരാം, അവർക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം, എത്ര മണിക്കൂർ എടുത്ത് നോക്കാം. ഡൽഹിയിൽ 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് അവരെ ആളുകൾ തന്നെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് കമ്മീഷൻ കൊടുത്തിട്ട് അവർ പറയിപ്പിക്കുമ്പോൾ പറയാ ചെയ്യാം. പക്ഷെ കച്ചവടക്കാർ പിന്നെ നേരിട്ട് പോകുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും. അപ്പൊ ആരെങ്കിലും പാർട്ടികൾക്ക് വണ്ടി വേണമെങ്കിൽ ധൈര്യത്തോടു കൂടെ നിങ്ങൾക്ക് ടയോട്ടന്റെ ഷോറൂം കൊണ്ടുപോയിട്ടോ വർക്ക്ഷോപ്പിൽ നാളെ കൊടുത്തിട്ടോ എങ്ങനെ വേണേലും ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അറിയേണ്ട നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിലിന്റെ തൊട്ടടുത്തുള്ള വീട്. ഇത് കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് തൊട്ടടുത്തേക്ക് മാറ്റിയതാണ്. വീട് തൊട്ടടുത്ത് 200 മീറ്റർ അപ്പുറത്താണുള്ളത് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. അപ്പൊ ആരെങ്കിലും ക്രിസ്റ്റ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. പിന്നെ ഐശ്വര്യമായിട്ട് വൈറ്റ് കളർ ക്രിസ്റ്റമെന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ. അതും ക്രിസ്റ്റയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ Z ഓട്ടോമാറ്റിക് മോഡൽ കൂടി വണ്ടി. ഇതിന്റെ മോഡൽ എത്രയാണ്? 2019 Z ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഓണർ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ 174. അത് കറക്റ്റ് ജെനുവിൻ സർവീസ് ഉള്ള വണ്ടി ഉണ്ടല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിക്കുന്നു, വേറെ വിഷയങ്ങളൊന്നുമില്ല. മേജർ കാര്യങ്ങളൊന്നുമില്ല. Z ഓട്ടോമാറ്റിക് ആണ് മാറിയതാണ്. ഫുൾ ഓപ്ഷൻ ആണ്. 4 കിഡിലൻ കമ്പനി അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, നല്ല അടിപൊളി കമ്പനി ലെതർ സീറ്റ് വരുന്നുണ്ട്. സീറ്റ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. Z ആണ് ഏറ്റവും ടോപ്പാണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ എത്ര ശതമാനം വരുന്നുണ്ട്? ഏകദേശം ആവറേജ് ടയർ ഉണ്ട്. ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ 19 മോഡലിന്റെ പ്രൈസ് 19 മോഡൽ 17,40,000 രൂപ കൊടുക്കാം. ഏകദേശം നമുക്ക് നമ്പർ ആക്കി കഴിഞ്ഞാൽ നമ്പർ ആക്കി കൊടുക്കാൻ സാധിക്കും നമുക്ക്. അല്ല, നമ്മൾ NOC കൊടുക്കുന്നതായിരിക്കും. അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ NOC നമ്മൾ കൊടുക്കുന്നതായിരിക്കും. NOC നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നെക്സ്റ്റ് സൈഡ് നമുക്ക് ബ്രൗൺസ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കേരള നമ്പർ ആയ വണ്ടിയാണോ? അതെ, 2017 G മാനുവല്. 1,02,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസും കാര്യമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. റീപ്ലേസ്മെന്റ് ഫസ്റ്റ് ഓണർ, ഇവിടെയും ഫസ്റ്റ് ഓണർ. ഇപ്പൊ സെക്കൻഡിലേക്ക് മാറിയിരിക്കുന്നത്. കിലോമീറ്റർ 1,02,000. G4 മാനുവൽ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ 7 സീറ്റർ ആണ് വരുന്നത്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഈ കേരളത്തിലേക്ക് നമ്പർ ആയ ഒരു വാഹനത്തിന് നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് 15,65 കൊടുക്കാം. 65 കൊടുക്കാം. വേണമെങ്കിൽ എന്തെങ്കിലും ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൽ 90% ലോണും കിട്ടുന്ന ഒരു വാഹനമാണ്. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് വെറും 90,000 കിലോമീറ്റർ മാത്രം ഓടിയ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ പരിചയപ്പെടാം. ഇത് എത്ര മോഡൽ? 2016-17 രജിസ്ട്രേഷന് 90,000 കിലോമീറ്റർ ഓടിയ Z ഓട്ടോമാറ്റിക് ടോപ്പ് മോഡൽ.
ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ ആണോ? കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ടോ? ഇല്ല, ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ, കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഉള്ള വണ്ടിയിലെ. ഓക്കെ, അപ്പൊ അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന വേരിയന്റ് അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്, ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഡ് ഓട്ടോമാറ്റിക്കിന് നമ്മൾ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 16-15 കൊടുക്കാം. 16,15,000 രൂപ. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? ചെറിയ മാറ്റം വരുത്താം. നമ്പർ ആയതിനു ശേഷമാണ് നമുക്ക് ലോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. ലോ കിലോമീറ്റർ ആണ്, സാധാരണ 1,00,000 മുകളിൽ ഓടിയ ക്രിസ്റ്റലാണ്. കിലോമീറ്റർ കുറവാണ്, റീപ്ലേസും ഇല്ല. അതാണ് നമ്മൾ ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത് കേട്ടോ. ഇനി വന്നതിന് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും, അതിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമല്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു പ്രൈസിന് ക്രിസ്റ്റ നോക്കുന്നവർക്ക് നമുക്കൊരു മുന്തിരി കളർ വണ്ടി കൊടുക്കാം അല്ലെ? ഓക്കെ, G4 അല്ലേ? 2017 G4 മാനുവൽ. ഓക്കെ, 1,30,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? അതെ. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ എന്തെങ്കിലും? സിംഗിൾ ഓണർ ആണ്. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ, ജെനുവിൻ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാം. അതെ, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് 12,90 കൊടുക്കാം. 12,90,000 രൂപക്ക്. അതെ, നമുക്ക് നമ്പർ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി വണ്ടി എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ, പെൻഡിങ് വർക്ക് കാര്യങ്ങളൊന്നും. എത്ര കൊടുക്കാം നമുക്ക്? 12,90 ലാസ്റ്റ് കൊടുക്കാം. 12,90,000 രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് നമുക്ക് ഇതിനൊക്കെ ലോണ് പെട്ടെന്ന് കിട്ടൂല കേട്ടോ. ലോൺ നമ്പർ ആയ ശേഷം കിട്ടും, നമ്മൾ ക്യാഷിനെ കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ അവർക്ക് പിന്നെ ലോൺ എടുക്കാം. ലോൺ ചെയ്യാം. ഒരു 80% പൈസ തരാൻ നമുക്ക് വണ്ടി വിട്ടു കൊടുക്കുകയും ചെയ്യാം. ബാക്കി പൈസ NOC കിട്ടുമ്പോൾ നമുക്ക് തന്നാൽ മതി. മാക്സിമം റെഡി. അതെ, NOCന്റെ കൂടെ തന്നെ നമ്മൾ ലോൺ അപേക്ഷിക്കുകയും ചെയ്യാം. NOC കിട്ടി നമ്മൾ നമ്പർ ടാക്സ് അടക്കുമ്പോൾ തന്നെ ലോൺ അപേക്ഷിക്കുകയും ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഇനി വി ഓപ്ഷൻ വേണ്ടവർക്ക് അതുണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ? സെഡിന്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്, മാനുവൽ ആണെന്ന് മാത്രം. ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2017 വി മാനുവല്. 1,16,000 കിലോമീറ്റർ. ജെനുവിൻ ഹിസ്റ്ററി, സിംഗിൾ ഓണർ വണ്ടി. മേജർ ആക്സിഡന്റ്, ഒറിജിനൽ ഗ്ലാസ്, ഡോർ. നമ്മുടെ കയ്യിൽ ഒരു 90% വണ്ടിയിലും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ്. 1-2 ഗ്ലാസ് മാറിയ വണ്ടി ഉണ്ട്, അതുകൊണ്ട് 1-2 സെക്കൻഡ് ഓണർ വണ്ടി ഉണ്ട്. 90% നോക്കിയിട്ട് ആദ്യം അങ്ങനെ തന്നെ എടുക്കുള്ളൂ. ആദ്യം അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വേരിയന്റ് ആണ് കേട്ടോ. മാനുവൽ ആണെന്ന് മാത്രമല്ല, അത്യാവശ്യം മൈലേജും കിട്ടും. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? ഇത് നമുക്ക് NOC 14,50 കൊടുക്കാം. 14,50,000 രൂപ. എന്തെങ്കിലുമൊക്കെ ചെറുതായി നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നാലും നല്ലൊരു പ്രൈസ് ആണ് കേട്ടോ. ഈ ഓപ്ഷന്റെ പ്രൈസ് ആണ് നമ്മൾ ഈ വില പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് നല്ലൊരു ക്രിസ്റ്റ പരിചയപ്പെടുത്തി കൊടുക്കാം. G4 റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി അല്ലേ? എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ? 2018 G ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക് ആണ്? അതെ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ഉള്ള, റീപ്ലേസ്മെന്റ്, ഡോർ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഓക്കെ, നമുക്ക് ഒരു നെഗറ്റീവും പറയാനില്ല. ഒരു നെഗറ്റീവും പറയാനില്ല. ഓക്കെ, പക്ക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. 1,12,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ജെനുവിൻ ഹിസ്റ്ററി ഉണ്ട്, കറക്റ്റ് സർവീസ് ഇല്ലാത്ത വണ്ടിയല്ല. 20 വണ്ടിയും സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉള്ള വണ്ടി. ഇനിയിപ്പോ അതിനെ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ചോദിക്കേണ്ട ചോദ്യമല്ല അവിടെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് ചെയ്തിട്ടില്ല, എന്നാലും കമ്പനി സീറ്റ് നല്ല സീറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി പോളിഷ് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. വന്നിട്ടാണ് വണ്ടി കഴിയിട്ട് വരാം. നിങ്ങളൊന്ന് വരുന്നതുകൊണ്ട് ഇതിൽ വെച്ചതേ ഉള്ളൂ. വണ്ടി ഇത് കൊടുക്കുമ്പോ പുത്തൻ പുതിയ വണ്ടി ഡെലിവറി കൊടുക്കണം, പോളിഷ് ചെയ്ത് കൊടുക്കാം. ഈ വണ്ടി പോലെ നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 14,75. 14,75,000 രൂപ കൊടുക്കും. ഏകദേശം നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്പർ അതിന് ശേഷം ചെയ്തൂടെ നമുക്ക്? അതെ, ചെയ്യാം, പ്രശ്നമില്ല. അതന്നെ ഫസ്റ്റ് ക്യാഷ് തന്നി 80% ക്യാഷ് തരണം. ബാക്കി നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ ടാക്സ് അടയ്ക്കുന്നതിന് കൂടെ തന്നെ ലോൺ അപേക്ഷ കൊടുക്കും ചെയ്യാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് മോഡൽ കൂടി ക്രിസ്റ്റ വേണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്, അതും ഓട്ടോമാറ്റിക് നമുക്ക് കൊടുക്കാം. ഇത് 2019 G ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ, കമ്പനി സർവീസും കാര്യങ്ങളാണ്. 1,12,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 1,12,000. മേജർ കമ്പനി സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടിയിൽ കൊടുക്കാം. G4 ഓട്ടോമാറ്റിക്. ചെറിയ പൈസക്ക് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കൊടുക്കാം. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നമുക്ക് കൊടുക്കാം. ടയർ ആണെങ്കിൽ ഏകദേശം ഒരു 80-90% വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഇതിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത്. എത്ര രൂപ? 15,50 കൊടുക്കാം. 15.5 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൂടെ പറഞ്ഞ പ്രൈസ്? വെറും 2019 വണ്ടിന്റെ റേറ്റ് ആണ് 15.5 നമ്മൾ പറയണത്. അതും ഓട്ടോമാറ്റിക്. എവിടുന്നെങ്കിലും കിട്ടുമോ ഈ ഒരു പ്രൈസിന് ഓട്ടോമാറ്റിക് വണ്ടി? നമ്മുടെ കയ്യിൽ ഒന്നല്ല 3 ഉണ്ട് അല്ലേ സ്റ്റോക്ക്? ഇത് ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2017. ഓക്കെ, വി ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണറോ? സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ ആണെന്ന് തോന്നുന്നത്. സെക്കൻഡ് ഓണർ അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ? കിലോമീറ്റർ 170 ഓടിക്കുന്നത്. 1,70,000. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണല്ലേ. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഒരു വണ്ടിയാണ്. സിൽവർ കളറാണ്, നല്ല സിൽവർ കളറാണ്. വി ഓപ്ഷൻ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. ഓക്കെ, അത് ഈ ഒരു പ്രൈസിൽ അതാണ് ഹൈലൈറ്റ്. ഓക്കെ, വി ഓപ്ഷൻ നല്ല കാണാനും ബർക്കത്തുള്ള ഒരു വണ്ടിയാണ്. 14 ലക്ഷം രൂപ കൊടുക്കാം, പ്രശ്നമില്ല. 14 കൊടുക്കാം. 14 G4 മാനുവലിന്റെ റേറ്റിന് ഈ വണ്ടി നമുക്ക് കൊടുക്കാം. G4 വിലക്ക് നമുക്ക് വി കൊടുക്കാം അല്ലേ? നല്ല അടിപൊളി സീറ്റ് കവർ, ബട്ടൺ സ്റ്റാർട്ട്. ഡൽഹിയിൽ 14 മോള് കൊടുക്കേണ്ടി വരും. 14 മോള് കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. നമുക്കൊരു G4 വിലക്ക് വി ഓപ്ഷൻ വണ്ടി സ്വന്തമാക്കാം. ഇനിയിപ്പോ ഈ പറഞ്ഞ പ്രൈസ് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തും തരും അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ക്രിസ്റ്റ എപ്പിസോഡ്? എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റകൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ദിഖാനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ക്രിസ്റ്റയിൽ Z വേണോ, V വേണോ, G4 വേണോ, ഓട്ടോമാറ്റിക് വേണോ, ഏത് കളർ വേണേലും നിങ്ങൾക്ക് തീരുമാനിക്കാം. 10-25ഓളം വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഈ ക്രിസ്റ്റ മാത്രമല്ല, ബാക്കിയുള്ള ഏത് വണ്ടികൾ വേണേലും. ബാക്കിയുള്ള ഇന്നോവ ഉണ്ട്, കേരള വണ്ടികള് ഒരുപാട് വണ്ടികളുണ്ട്. ചില കുറെ വണ്ടികൾ ബ്രീസ് ഉണ്ട്. ചെറിയ വണ്ടി നോക്കുന്നവർക്ക് നമുക്ക് അത് കൊടുക്കാം. ബെൻസ് ഉണ്ട്, ഓഡി Q3 ഉണ്ട്, ഇന്നോവ G ഉണ്ട്, V ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാ രീതിയിലുള്ള വാഹനങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇന്നോവ ക്രിസ്റ്റ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വണ്ടിയാണെങ്കിലും ഡൽഹി പ്രൈസിൽ നമ്മളെ കേരളത്തിൽ എത്തിച്ച് ധൈര്യത്തോടുകൂടെ ഉത്തരവാദിത്തത്തോടു കൂടെ നമ്മൾ സിദ്ദിഖ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. കസ്റ്റമേഴ്സിനൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അത് മാത്രമേ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കൊടുക്കും അവർക്ക്. നമ്മളെ കൂടെ നമ്മൾ വരുന്ന ടൈമിൽ അവർ നമ്മളെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ ചെറിയ കമ്മീഷൻ തന്നാൽ നമ്മൾ കറക്റ്റായി ഡയറക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ ഇൻവോയ്സും കാര്യമൊക്കെ നമ്മൾ എല്ലാ ഉത്തരവാദിത്തത്തോടു കൂടെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത്രയും സൗകര്യം നമ്മൾ സിദ്ദിഖ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾ ക്രിസ്റ്റ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.